ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു തമിഴ്നാട് സ്ട്രീറ്റ് ഫുഡാണ്. കാളാൻ എന്ന് പറയും. തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലിത് ചില ഭാഗങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കാളാൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് മഷ്റൂം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്കിത് സ്ട്രീറ്റ് ഫുഡിൽ അവിടെ കിട്ടുമ്പോൾ നമുക്കിത് ക്യാബേജും കോളിഫ്ലവർ മൈദയൊക്കെ ചേർത്തിട്ടാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇത് റിയൽ ആയിട്ട് തന്നെ മഷ്റൂം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ 200 ഗ്രാം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ മഷ്റൂമും ഞാൻ എടുത്തിട്ടുണ്ട് 200 ഗ്രാം, അതും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടും. അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനൊരു പാൻ ഞാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളിത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന്. ഇതുപോലെ ബാക്കിയുള്ള ക്യാബേജ് മഷ്റൂമിൻ്റെ മിക്സ്ചർ മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു രൂപത്തിലാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടാവുക. നമുക്ക് പക്കോടയൊക്കെ കിട്ടണ പോലെ. ഇപ്പോഴേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ ചെറിയൊരു ഗ്രേവി കൂടെ തയ്യാറാക്കി ഇത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പം ഞാനിതെല്ലാം തന്നെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന മസാലയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനൊരു പാൻ ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 2 സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കണ്ട. ഇതിൻ്റെ ആ ഒരു പച്ച ചുവയോടുകൂടി തന്നെ നമുക്ക് കിട്ടണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 2 മിനിറ്റോളം വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസിന് പകരം നമുക്ക് തക്കാളി ജ്യൂസ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഗ്രേവി കുറച്ചൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് തയ്യാറാക്കേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് ഒട്ടും ഗ്രേവി ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ ഒട്ടും ഗ്രേവി ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2-3 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാളാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു ഗ്രേവിയോട് കൂടി തന്നെയാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില ചോപ്പ് ചെയ്തത്, ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു നാരങ്ങ കട്ട് ചെയ്തതോടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്കിത് സ്ട്രീറ്റ് ഫുഡ് തമിഴ്നാട്ടിലൊക്കെ നമുക്കിത് കിട്ടുന്നത്.
അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അതേ ടേസ്റ്റിൽ വളരെയധികം ടേസ്റ്റി ആയിട്ട് ഞാനിതിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് അതുപോലെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് പോലും നമുക്കിത് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.